തണ്ണിമത്തൻ, മൊസമ്പി, ഓറഞ്ച്, അതുപോലെ കുക്കുംബർ, ക്യാരറ്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. മൂത്രം എപ്പോഴും ഈ ഒരു ലൈറ്റ് യെല്ലോ കളറിൽ തന്നെയാണോ പോകുന്നതെന്ന് നോക്കണം. കാരണം നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ മൂത്രത്തിൻ്റെ കളറ് കുറച്ച് ഡാർക്ക് യെല്ലോയിഷ് ആയിട്ട് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ഈ മൂത്രം എപ്പോഴും ലൈറ്റ് യെല്ലോയിഷ് ആയിട്ടാണ് പോകുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. പ്രത്യേകിച്ചും ഗർഭിണികളോ കൊച്ചു കുട്ടികളോ നല്ല പ്രായമുള്ളവരോ ഇറങ്ങാതിരിക്കാൻ തന്നെ നോക്കുക. അതായത് സൂര്യതാപം പോലത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പൊള്ളലേക്കാനൊക്കെ ചാൻസസ് ഉണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ പത്മശ്രീ KM, ആയുർവേദ ഫിസിഷ്യൻ, GK ആയുർവേദ ഹെൽത്ത് കെയർ, മുട്ടത്തറ. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ അന്തരീക്ഷത്തിൽ ചൂടൊക്കെ കൂടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. ഇപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാളും ചൂടാണ് ഇപ്പോൾ കൂടുതലുള്ളത്. അപ്പോൾ ഈ ചൂട് കൂടുന്ന സമയത്ത് നമുക്ക് ശരീരത്തിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും മറ്റ് അസുഖങ്ങൾ വരാതിരിക്കാനും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന അസുഖങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഈ മൂത്രത്തിലുണ്ടാകുന്ന കല്ല്, അല്ലെങ്കിൽ മൂത്രത്തിലുണ്ടാകുന്ന പഴുപ്പ്, അല്ലെങ്കിൽ ഇതുപോലെ കൺജങ്ക്റ്റിവൈറ്റിസ് പോലത്തെ ചെങ്കണ്ണ് പോലത്തെ അസുഖങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നീരിറക്കം പോലത്തെ പ്രശ്നങ്ങൾ, സ്കിൻ പ്രോബ്ലംസ് വരും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റാൻ സാധിക്കും. അപ്പം അതിലാദ്യം യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കണം. എല്ലാവർക്കും അറിയാം വെള്ളം നന്നായിട്ട് കുടിക്കണം. ഈ സമയത്ത് ചിലപ്പോൾ ദാഹം ഉണ്ടാവണം എന്നില്ല, പക്ഷെ നിങ്ങൾ വെള്ളം നന്നായിട്ട് കുടിക്കണം. 25 കിലോ ഭാരത്തിന് 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്ക് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങളൊരു എത്ര വെയിറ്റ് ആണോ അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു അളവ് കീപ്പ് ചെയ്ത് പോകണം. അതുപോലെ തന്നെ കരിക്കൻ വെള്ളം യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഈ കഞ്ഞിവെള്ളം ഉപ്പിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം. അതൊക്കെ നല്ല ഒരു ദാഹശമനീയമാണ്. അതുപോലെ നമുക്ക് ആ ഒരു ചൂടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് നമുക്ക് മാറ്റിത്തരും. പിന്നെ അതുപോലെ തന്നെ തണ്ണിമത്തൻ, മൊസമ്പി, ഓറഞ്ച്, അതുപോലെ കുക്കുംബർ, ക്യാരറ്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നല്ല ഒരു സാധനമാണ് മോരുവെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ മോരുവെള്ളം നമുക്കറിയാം ശരീരത്തിലെ ചൂട് നന്നായിട്ട് കുറയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നിങ്ങൾ മോരുവെള്ളമൊക്കെ കൊടുത്ത് അതൊന്ന് ആ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാൻ നമ്മൾ നന്നായിട്ട് സഹായിക്കുക. അപ്പോൾ അതൊന്ന് നോക്കുക. അതുപോലെ ഡീഹൈഡ്രേഷൻ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറ്റുമെങ്കിൽ ORS പോലത്തുള്ള അത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി മാക്സിമം കുടിപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ ലൈറ്റ് കളറ് ഡ്രസ്സ്, പുറത്തൊക്കെ പോകുമ്പോൾ ലൈറ്റ് കളേഴ്സിലുള്ള ഡ്രസ്സ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് 11 മണി മുതൽ 3 മണി വരെയുള്ള ഈ അസഹനീയമായിട്ടുള്ള വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രമിക്കുക. ഇനി അഥവാ പുറത്ത് പോവേണ്ടി വന്നാലും ഈ ഒരു സൺ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ക്രീം എന്തെങ്കിലും യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ SPF 15 മുകളിലുള്ളത് യൂസ് ചെയ്യണം. പിന്നെ അധികം കൂടിയ SPF കൂടിയ ഇത് യൂസ് ചെയ്താലും നമുക്ക് പ്രശ്നമാണ്. കാരണം അത് അബ്സോർപ്ഷൻ നടക്കത്തില്ല. വിറ്റാമിൻ D3യുടെ അബ്സോർപ്ഷനും നടക്കത്തില്ല. മറ്റേത് നമ്മൾ വെയിലിൽ നിന്ന് പ്രൊട്ടക്ഷനും കിട്ടും, എന്നാൽ വിറ്റാമിൻ D3യുടെ അബ്സോർപ്ഷനും കിട്ടും. അപ്പോൾ ഒരു 15+ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുക. അധികം കൂടിയത് SPF അധികം കൂടിയതും വേണം എന്നില്ല. പിന്നെ നമ്മൾ എപ്പോഴും ഈ ഒരു കൊട പോലത്തെ എന്തെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും കവേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പ്രൊട്ടക്ഷനായിട്ട് എന്തെങ്കിലും ഒരു സാധനം നമ്മളെപ്പോഴും ക്യാപ്പോ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ ഒരു ദിവസം 2 നേരം കുളിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കാരണം നമ്മുടെ ബോഡിയിൽ ടെമ്പറേച്ചർ വളരെ ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ കുളിക്കുന്നത് 2 നേരം ആക്കിയാൽ അത്രയും നല്ലത്. പിന്നെ നമുക്ക് ഈ ഒരു 11 മണി മുതൽ 3 മണി സമയത്ത് ഞാൻ പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞായിരുന്നു. അത് പ്രത്യേകിച്ചും ഗർഭിണികളോ കൊച്ചു കുട്ടികളോ നല്ല പ്രായമുള്ളവരോ ഇറങ്ങാതിരിക്കാൻ തന്നെ നോക്കുക. അതായത് സൂര്യതാപം പോലത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പൊള്ളലേക്കാനൊക്കെ ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ മൂത്രം എപ്പോഴും ഈ ഒരു ലൈറ്റ് യെല്ലോ കളറിൽ തന്നെയാണോ പോകുന്നതെന്ന് നോക്കണം. കാരണം നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ മൂത്രത്തിൻ്റെ കളറ് കുറച്ച് ഡാർക്ക് യെല്ലോയിഷ് ആയിട്ട് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ഈ മൂത്രം എപ്പോഴും ലൈറ്റ് യെല്ലോയിഷ് ആയിട്ടാണ് പോകുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. ധാരാളം വെള്ളം കുടിക്കുന്നത് ശീലമാക്കണം. അത് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അതുപോലെ കുട്ടികളെ അല്ലെങ്കിൽ പ്രായമുള്ളവരെ കാറിലൊക്കെ ഇരുത്തിയിട്ട് പോകാൻ ശ്രമിക്കരുത്. ഈ ഒരു സമയത്ത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. അതുപോലെ അവർക്ക് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം ഈ സൂര്യപ്രകാശത്തിൻ്റെ നേരെ കീഴേ കൊണ്ടുപോയി കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് അവരെതിരിരുത്തിയിട്ട് പോവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് ഈ ഒരു സമയത്ത് ഈ ചിക്കൻ പോക്സ് ഒക്കെ വളരെയധികം കാണുന്ന ഒരു ടൈമാണ്.
അപ്പോൾ നിങ്ങളിപ്പോൾ ചിക്കൻ പോക്സ് ഉള്ളൊരു ആളെ ഉണ്ടെങ്കിൽ കുറച്ച് അകലം പാലിക്കണം. അതുപോലെ സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം, കാരണം അത് പെട്ടെന്ന് പടരാനുള്ള ചാൻസസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുപോലെ കൈകൾ നന്നായിട്ട് കഴുകണം. ഈ ഒരു സമയത്ത്, ചൂട് സമയത്ത് നമുക്ക് ഈ ചെങ്കണ്ണൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ കൈയൊക്കെ നല്ലതായിട്ട് കഴുകിയിട്ട് മാത്രമേ ഈ കൈ മുഖത്തൊക്കെ വെച്ച് പിടിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു 10-15ഓളം കാര്യങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക. അറിയാൻ പാടില്ലാത്തവർക്ക്, നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് തന്നെ ഇതെല്ലാം കൂടുതലും അറിയാമെന്നുള്ള കാര്യങ്ങളാണ്, എങ്കിലും പലരും അത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാതെ വിട്ട് കളയരുത്. ചെറിയ കാര്യം മതി നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാൻ. അതുകൊണ്ട് എല്ലാം നല്ലതിനാണെന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. പലർക്കും ഇത് അറിയില്ലാത്ത ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വരുന്നത് വരെ നമസ്കാരം.